നിങ്ങൾക്ക് എല്ലാവർക്കും മിസ്സസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വിഭവം കപ്പ ബിരിയാണിയാണ്. രണ്ട് സ്പെഷ്യാലിറ്റി ഈ വീഡിയോയ്ക്ക് ഉണ്ട്. ഒന്നാമത്തത് നമ്മളിത് ഈ ബീഫ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബിരിയാണിക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു കപ്പ എങ്ങനെ മാസങ്ങളോളം കേടാവാതെ സൂക്ഷിക്കാം എന്നുള്ളത്. അപ്പം ഞാൻ ഈ സൂക്ഷിച്ച് വെച്ച കപ്പ കാണിച്ചിട്ടുണ്ടായില്ല. ഇന്ന് നമ്മൾ അന്നെടുത്ത് വെച്ച, ഞാൻ വീഡിയോയിലൊന്ന് കുറച്ച് കവർ ഇങ്ങനെ ഇതുപോലെ എടുത്ത് വെച്ച് കാണിച്ചിരുന്നു. ആ കപ്പ വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് രണ്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, കുറച്ച് മുമ്പ് നമ്മുടെ പറമ്പിൽ കപ്പയാണ് വെച്ചിരുന്നത്. അപ്പം നാടൻ കപ്പയ്ക്കൊപ്പം കുറച്ച് മഞ്ഞ കപ്പയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാടൻ കപ്പയുടെ ഫ്ലഷ് വൈറ്റ് ആണല്ലോ, ഇതൊരു മഞ്ഞ കളറായിരിക്കും. നമ്മുടെ നാടൻ കപ്പയുടെ അത്രയും ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല. അതിൻ്റെ തണ്ടിന് നല്ല വലിപ്പമായിരിക്കും. ഒരു വളവും ചെയ്യാണ്ട് തന്നെ ഒരുപാട് കപ്പ അതിൽ നിന്ന് ഉണ്ടായിട്ട് നല്ല കനവും നീളമൊക്കെ ആയിട്ട് ഒരുപാട് കപ്പ ഉണ്ടായി. അപ്പോൾ അന്നത് പറിച്ചപ്പം ഒരു 8-9 മാസം മുമ്പ് ചെയ്തതാണ് കപ്പ കേടാവാതെ സൂക്ഷിക്കുക എന്നുള്ള വീഡിയോ. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോക്കൊപ്പം കൊടുക്കാം. അപ്പോൾ ഞാനിത് ആ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച കപ്പയാണ്. ഐസായിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. കുറച്ച് നേരം അവിടെ ഇരുന്ന് ഐസ് മാറിക്കഴിഞ്ഞപ്പോൾ ഈ കപ്പ അതായത് ഇതുപോലെ വല്ലാണ്ട് ഇങ്ങനെ സോഫ്റ്റാണ്. നമ്മളിങ്ങനെ പഞ്ഞി പോലെ ഇങ്ങനെ ഞെക്കുമ്പോൾ ഞെങ്ങും. ഇത് കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇത് കേടാണ്, ഇത് കൊള്ളില്ല എന്ന്. പക്ഷെ അങ്ങനെയല്ല. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വരി ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് ഇടുന്നില്ല. ഇത് ഓൾറെഡി മഞ്ഞക്കപ്പ ആയതുകൊണ്ട് മഞ്ഞ കളറിൽ നിന്ന് ഉണ്ടല്ലോ, അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇടുന്നില്ല. ഇനി നിങ്ങൾ വെള്ളക്കപ്പയാണെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് വെന്ത് കഴിയുമ്പോൾ ഇതിൻ്റെ മഞ്ഞ കളർ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് മഞ്ഞൾപ്പൊടി ഇടാത്തത് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത് വെച്ച കപ്പയ്ക്ക് ഒരുപാട് വേവൊന്നും ഉണ്ടായില്ല. ഒരു 3 വിസിൽ വന്നപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടി. അപ്പോൾ 3 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറിയപ്പം എടുത്തൊന്ന് അരിപ്പത്തട്ടിലിട്ടൊന്ന് വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കാണിച്ചു തരാം, ഇത് വെന്തതൊന്ന് കാണിച്ചു തരാം. ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ സാധാരണ കപ്പ എങ്ങനെയാണോ ഫ്രഷ് ആയിട്ടുള്ള കപ്പ വേവിക്കുന്നത് അതുപോലെ തന്നെയാണ്. ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല. നമ്മളുടെ നാടൻ കപ്പയാണ് ഇതുപോലെ സൂക്ഷിക്കുന്നതെങ്കിൽ ഇതിനേലും നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കപ്പ ബിരിയാണിക്ക് ഇതുപോലെ എടുത്തു വെച്ച കേടാവാതെ സൂക്ഷിച്ച് കപ്പയൊന്നും വേണ്ട. ഞാനിങ്ങനെ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തേക്കണ കാരണം നിങ്ങളെ കാണിക്കാൻ വേണ്ടി, കപ്പ കേടാവാതെ സൂക്ഷിക്കാമെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ആ കപ്പ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് എടുത്തത് കേട്ടോ. അപ്പോൾ ഏതാണ്ട് 3/4 കിലോളം കപ്പ നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബീഫ് എല്ലോട് കൂടി ഏതാണ്ട് 1 കിലോയിലും കുറച്ച് കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതും നമ്മൾ വേവിക്കാനായിട്ട് കുക്കറിൽ നന്നിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് വെള്ളമൊന്നും ആവശ്യമില്ല ഈ ഇറച്ചി വെന്തതിന് ശേഷം. അപ്പോൾ ഞാൻ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇറച്ചി ഒരുപാട് അങ്ങോട്ട് വെന്ത് പോവാണ്ട് എടുക്കണം. നമുക്ക് വെന്ത് കഴിയുമ്പം കുറച്ച് ചെറുതായിട്ടൊന്ന് ഫ്രൈയും കൂടെ ചെയ്യാനുള്ളതാണ്. അപ്പം ഞാനിവിടെ ഒരു വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം 10 മിനിറ്റ് കുറച്ച് വെച്ചതിന് ശേഷമാണ് തുറന്നു നോക്കിയത്. എൻ്റെ ഈ കുക്കറിൽ ആ ഒരു ടൈം വേണം കേട്ടോ. എല്ലോട് കൂടിയുള്ള ഇറച്ചി ആയത് കാരണം ഏതാണ്ട് നമ്മൾ സാധാരണ ഇറച്ചി വേകുന്ന സമയത്തിനും കുറച്ച് കുറവാണ് ഞാനിത് എടുത്തത് കേട്ടോ. അപ്പോൾ വേറെ കുക്കറിൽ എനിക്ക് ഈ സമയം ആവശ്യമില്ല. പക്ഷേ ഈ കുക്കറിൽ ഈ ഒരു സമയം വേണ്ടി വന്നു കേട്ടോ ഇറച്ചി വേവാനായിട്ട്. അപ്പോൾ ആവിയെല്ലാം പോയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇറച്ചി കറക്റ്റ് വേവായിട്ട് കിട്ടണം. എല്ലിൽ നിന്നൊന്നും വിട്ട് പോകാണ്ട് ഇറച്ചി കറക്റ്റ് വേവായിട്ട് കിട്ടണം. ഇത് ഏതാണ്ട് കറക്റ്റ് വേവായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു വലിയ സവാള കുറച്ച് തിന്നായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് സവാളയുടെ കളറൊന്ന് മാറുന്നത് വരെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇപ്പം സവാളയുടെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് കൂടി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 2 പച്ചമുളക് ഒന്ന് സ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കാം.
പച്ചമുളക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് നേരം ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ചത് ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം ചേർത്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിനകത്ത് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുറച്ചധികം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കപ്പ ബിരിയാണിക്ക് നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മുളക് പൊടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 1 മിനിറ്റും കൂടെ ആ പൊടികളെല്ലാം നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ വേവിച്ച് വെച്ച ബീഫും കൂടെ ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആ ബീഫിൽ കുറച്ച് വെള്ളവും കൂടി ഉണ്ട്. ആ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ, അപ്പോൾ ഈ മസാലയൊക്കെ നമ്മുടെ ഇറച്ചിയിൽ നന്നായിട്ട് പിടിച്ച് കിട്ടും. അതുവരെ നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് മൂടി ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഇറച്ചി കുറച്ച് നേരം 5 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് ഇറച്ചിയിൽ പിടിച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ ഒരുവിധം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ മസാലയ്ക്ക്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇതുവരെ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഒപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പം നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്യുമ്പോൾ ഈ ഒരു കപ്പ ബിരിയാണിക്ക് ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കപ്പ ബിരിയാണിയേക്കാളും ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഒരുവിധം നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള അളവനുസരിച്ച് എന്തോരം ഫ്രൈ ആവണോ അതനുസരിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് കട്ട് ചെയ്ത മല്ലിയിലയും കൂടി ചേർത്തിട്ട് നമുക്ക് ആ വേവിച്ച് വെച്ച കപ്പയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചിലർക്ക് കപ്പ ഒന്ന് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ ഞാൻ ഈ സമയത്താണ് കപ്പ ജസ്റ്റ് ഒന്ന് കയ്യിൽ കൊണ്ടൊന്ന് ഉടച്ചെടുക്കണത്. ഇനി വല്ലാണ്ട് ഉടഞ്ഞ് വേണമെന്നുള്ളവർക്ക് നമ്മൾ ഇത് ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഒരു തവി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു മാഷർ വെച്ചിട്ടോ നമുക്കതൊന്ന് ഉടച്ചെടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഈ കപ്പ ബിരിയാണി ഇതുപോലെ ഡ്രൈ ആയിട്ട് വേണ്ട, കുറച്ച് ജ്യൂസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ച വെള്ളം ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല മസാല എല്ലായിടത്തും നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും. പക്ഷേ ഒന്നും കൂടി ടേസ്റ്റ് ഇതുപോലെ ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക്